ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ടാരോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ്? എന്തൊക്കെയാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇന്ന് അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാ ദിവസവും പറയുന്നത് പോലെ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. ഒരുപാട് പേരുടെ എനർജി കാണും. അപ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കുമ്പോൾ പേഴ്സണൽ റീഡിംഗ് ഗൈഡൻസ് എടുത്തുകൊണ്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ടൈംലെസ് ആണ്, അതുകൊണ്ട് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും ഇത് വാലിഡ് ആവുക. റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ, അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലാണ് കൂടുതൽ നിങ്ങളുടെ എനർജി ഇതിലേക്ക് കണക്റ്റ് ആവുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ വേണമെങ്കിൽ ഇതിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ റെസനേറ്റ് ചെയ്യുന്നവർ പേഴ്സണൽ റീഡിംഗ് എടുക്കണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം. ബി പോസിറ്റീവ്. കാർഡുകൾ നോക്കാം. ഫുൾ കാർഡ്, ടെൻ ഓഫ് സോർഡ്സ്, പേജ് ഓഫ് സോർഡ്സ്, കാർഡുകൾ കയ്യിൽ നിന്ന് പോകുന്നു. ഒന്നുകൂടെ ഷഫിൾ ചെയ്യാം. സെവൻ ഓഫ് കപ്സ്. എന്താണ് കാർഡുകൾ കയ്യിൽ നിൽക്കുന്നില്ലല്ലോ? ഓക്കെ, കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ ഫൂൾ കാർഡാണ് ആദ്യം വന്നിരിക്കുന്നത്. ടെൻ ഓഫ് സോർഡ്സ്, പേജ് ഓഫ് സോർഡ്സ്, സിക്സ് ഓഫ് വാൺസ്, സെവൻ ഓഫ് കപ്സ്, സെവൻ ഓഫ് സോർഡ്സും സിക്സ് ഓഫ് സോർഡ്സ് ആണ് ബോട്ടം എനർജി ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പുതിയൊരു തുടക്കമാണ്, ന്യൂ ബിഗിനിങ് ആണ്. അതായത് ഫുൾ കാർഡാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു, അതിൽ പുതിയ തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ എന്ത് റിസ്ക് എടുത്തിട്ടും മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിട്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലൊരു എനർജിയാണ്. ഇത് വളരെയധികം നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും ഫുളിൻ്റെ ജേണി എന്ന് പറയുന്നത് ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ജേണിയാണ്. അതായത് എന്തും വരുന്നത് വരട്ടെ എന്നുള്ള രീതിയിൽ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു നിഷ്കളങ്കമായിട്ടുള്ള രീതിയിലുള്ള ഒരു എനർജിയാണ്. പാഷനെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുടെ എനർജി. അങ്ങനെയായിരിക്കും ഇന്ന് എന്ത് റിസ്ക് എടുത്തിട്ടും നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു, അതിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. ചിലർക്കൊക്കെ ഒരു ജേണി ഇന്നുണ്ടാവാം, ഒരു യാത്ര നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്ര ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ്. എന്തായാലും വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ള യാത്രയായിരിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു വിശ്വാസം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ്. ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങളിലേക്ക്. ചിലപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. പലരും ചതിച്ചിട്ടും അല്ലെങ്കിൽ പലതരം പ്രശ്നങ്ങളിലൂടെയും ഒക്കെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുതിയൊരു മാറ്റം, പുതിയൊരു വിശ്വാസം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയാനുള്ളത്. നിങ്ങൾ വളരെയധികം എനർജറ്റിക് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഒരു ചൂളം വിളിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാത്തിനെയും ഈസി ആയിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ ഫൂളിൻ്റെ എനർജി എന്ന് പറയുന്നത്. ചിലപ്പോൾ സ്പിരിച്വലി ഉള്ള ഒരു ഇതിൻ്റെ തുടക്കമായിരിക്കാം നിങ്ങൾക്ക്. ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകൾ, സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കോഴ്സുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം.
നിങ്ങൾക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവുമെന്നില്ല, പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ തോന്നുകയാണ്, നിങ്ങളതിനെ റിസ്ക് എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുള്ളൊരു എനർജി കൂടിയാണ്. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയാലും സ്പിരിച്വലി ആയാലും നിങ്ങളിലേക്കൊരു തുടക്കമാണ് ഇന്ന് ഫൂൾ പറയുന്നത്. ഓക്കെ, ഫൂളിൻ്റെ ഒരു യാത്ര തുടങ്ങുകയാണ്. ഫൂൾ എന്നുള്ളത് വിധി എന്നല്ല, ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ളതാണ്. എന്ത് റിസ്ക് എടുക്കാനും തയ്യാറുള്ള ഒരു മനുഷ്യൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് 10 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. പലർക്കും കാർമികമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ്റെ ആ ഒരു സർക്കിളിൻ്റെ ഒരു സൈക്കിളിൻ്റെ എൻഡാണ്, ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾ ഇതിനു മുമ്പ് വളരെയധികം വേദനിച്ചിട്ടുണ്ടാവും, ചതിക്കപ്പെട്ടിട്ടുണ്ടാവും പല സാഹചര്യങ്ങളിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിസ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ബന്ധങ്ങളിലായിരിക്കാം. നിങ്ങൾ അറിയാത്ത കാര്യത്തിന് നിങ്ങൾക്ക് കുറ്റം കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം. നിങ്ങളെ പലരും എന്താ പറയുക, അടിച്ച് നിലത്തിടുന്നൊരവസ്ഥ എന്ന് പറയുന്നില്ലേ. അപ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് വരെ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെയധികം പ്രശ്നങ്ങളും ഒക്കെ സ്ട്രഗിൾസും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. കലുഷിതമായിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും, ചതി പറ്റിയിട്ടുണ്ടാവാം, ഒരുപാട് ക്രൈസിസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നിങ്ങൾ പല തോൽവികളിലും, അതായത് നിങ്ങൾ ജയിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പരാജയം നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു തിരിച്ചടി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം. നിങ്ങളെ അതായത് അമ്പേ പരാജയപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതും കൂടിയാണ്. അതൊക്കെ മാറി ഒരു എൻഡിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം വേദന ഇന്ന് അനുഭവപ്പെട്ടേക്കാം. പുറം വേദനയായാലും ചെവി വേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ്സ്, തലവേദന ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. അത് ഒരു കാർമികമായിട്ടുള്ള സിറ്റുവേഷൻ എൻഡായി പോകുന്നത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പുറത്തേക്കൊക്കെ ഇന്ന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ഇതൊക്കെ ഉണ്ട്, ചാൻസസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ആക്സിഡൻ്റ് ഒന്നും ആവാതെ ഇല്ലാതെ വണ്ടിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക. എന്നതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഇമോഷണലി ബാലൻസ്ഡ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ചിലർക്കൊക്കെ അതായത് മുറിവ് പറ്റാനുള്ള ഇതൊക്കെ ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടിയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് ഒരു കാർമികമായിട്ടുള്ള സിറ്റുവേഷൻ എൻഡായി പോവുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മനസ്സിലാക്കുക. പോസിറ്റീവായിട്ടിരിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക, നന്നായി വെള്ളമൊക്കെ കുടിക്കുക, നല്ല രീതിയിൽ മാത്രം ചിന്തിക്കുക. ഓക്കെ, അടുത്തത് പേജ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പുതിയ ഐഡിയാസാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പുതിയ തുടക്കമാണ്, ഇതൊരു തുടക്കമാണ്. അതുപോലെ തന്നെ ഇതും ഒരു തുടക്കം തന്നെയാണ് വരുന്നത്. അതായത് നിങ്ങൾ വളരെയധികം ക്യൂരിയസ് ആയിട്ട് നിങ്ങളിലേക്ക് പല ഐഡിയാസും നിങ്ങളിലേക്ക് വരുന്നു. ക്യൂരിയസ് ആയിട്ട് നിങ്ങളത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. അതുപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങളും പഠിക്കാനായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ എങ്കിലും നിങ്ങൾക്കൊരു വ്യക്തതയില്ല എന്നുള്ളതും കൂടിയാണ്. ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. നിങ്ങൾ പരാജയപ്പെട്ടിട്ടും ഒക്കെ കിടന്നിടത്തുനിന്ന് എഴുന്നേറ്റിട്ടുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് പലതും ചെയ്യാൻ തോന്നുന്നുണ്ടാവും, പക്ഷെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു യങ്ങർ എനർജിയാണ്, അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കുറവുണ്ടാവും എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ്. എല്ലാം ചെയ്യാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്നുള്ളതും കൂടിയാണ്. എനർജറ്റിക്കും ആയിരിക്കും. മുമ്പ് നിങ്ങൾ ചെയ്യാൻ പറ്റാതെ നിന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ അതിലേക്ക് നോക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. പിന്നെ ചിലർക്കൊക്കെ പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തി നിങ്ങളിലേക്ക് ആയിരിക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അതുപോലെ തന്നെ അതൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ്. പിന്നെ നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ, ചതി, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് പേജ് ഓഫ് സോർട്സിൻ്റെ എനർജി. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റക്നെസ് തോന്നിയേക്കാം. കാരണം മുമ്പ് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ പോണോ വേണ്ടയോ എന്നുള്ള ഒരു സ്റ്റക്നെസ് നിങ്ങൾക്ക്, ഒരു ഭയം നിങ്ങളിലേക്ക് ഉണ്ടാവാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് എന്നുള്ളതും കൂടിയാണ്. പിന്നെ ചിലപ്പോൾ മുമ്പ് നിങ്ങൾ ചാടിപ്പുറപ്പെട്ട് എടുത്ത് ചാടിയിട്ട്, അതായത് ഒരു മുൻവീക്ഷണമില്ല, ദീർഘവീക്ഷണമില്ലാതെ ചെയ്തിട്ട് എന്തെങ്കിലും തിരിച്ചടി കിട്ടിയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് ദീർഘവീക്ഷണമില്ലാതെ തിരിച്ചടി
കിട്ടിയിട്ടുള്ള ദീർഘവീക്ഷണമില്ലാതെ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് അതിൽ നിന്നൊരു തിരിച്ചടി കിട്ടിയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് തൽക്കാലം ഒരു പൗസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കറക്റ്റ് വേർഡ് കിട്ടാനാണ് ഞാനിങ്ങനെ നോക്കുന്നത്. അപ്പോൾ തൽക്കാലത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ പേജ് ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, അതാണ്. അപ്പോൾ പലതും ഇന്ന് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ള കൂടിയാണ്. പക്ഷേ പുതിയ പല ഐഡിയാസും നിങ്ങളിലേക്ക് വരുന്നു, പലതും ചെയ്യാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നു, അതുപോലെ പലതും പഠിക്കാൻ നിങ്ങൾക്കൊരാഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ പാസ്റ്റിൽ നിന്നൊരു വ്യക്തി നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. ചിലപ്പോൾ നിങ്ങൾക്കിന്ന് വളരെയധികം റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്തേക്കാം. ഓക്കെ, അടുത്തത് 6 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു പബ്ലിക് റെക്കഗ്നേഷനാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതുപോലെ ഒരു സക്സസ്, പ്രോഗ്രസ്, അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ കാര്യവും ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് വരുന്നത്. ചിലർക്കൊക്കെ ഇത് റിയൂണിയൻ്റെ കാർഡ് കൂടിയാണ്. നിങ്ങളിലേക്ക് ഒരു റിയൂണിയൻ വരുന്നു. ചിലർക്കൊരു മാരേജിൻ്റെ കാർഡാണ്. മാരേജ്, കല്യാണം, നിശ്ചയം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു എനർജി കൂടിയാണ് ഇത്. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയൊരു സക്സസ് നിങ്ങൾ ആർക്കെങ്കിലും പാർട്ടി കൊടുക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ ചെറിയൊരു പാർട്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നതോ ആയിരിക്കാം. മറ്റുള്ളവരിൽ നിന്ന് നല്ല വാക്കുകൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ്. അതുപോലെ ലൈം ലൈറ്റിൽ നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറയുന്നത്. ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ ചിലർക്കൊക്കെ റിയൂണിയൻ ആണെന്ന് പറഞ്ഞല്ലോ, മുൻപ് നിങ്ങൾ വിട്ടുപോയിട്ടുള്ള വ്യക്തികൾ വരുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ്. റിയൂണിയൻ നടക്കുന്നു, നിങ്ങളടുത്തിരിക്കുന്നു, സംസാരിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ 6 ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, അടുത്തത് 7 ഓഫ് കപ്സ് ആണ്. ഇന്ന് നിങ്ങൾ ഒരുപാട് ചോയ്സസ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ചോയ്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളും അതിൽ എന്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ. അതുപോലെ ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇല്യൂഷനൊക്കെ തോന്നാനുള്ള ഒരു ചാൻസും കൂടിയുണ്ട് ഇവിടെ. എന്ന് ചിലപ്പോൾ നിങ്ങൾ വീട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന തരത്തിലുള്ള എനർജി, അല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജിയും കൂടിയാണ്. പിന്നെ ചിലർക്കൊക്കെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള പർച്ചേസുകളായിരിക്കാം, ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. ചിലർക്കൊക്കെ സ്വർണം പണയം വെക്കുന്നതോ, സ്വർണം പണയം വെച്ച് തിരിച്ചെടുക്കുന്ന തരത്തിലുള്ള എനർജി. ചിലർക്കൊക്കെ വീടിൻ്റെ ഹൗസ് വാമിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വീടിൻ്റെ തുടക്കത്തിലുള്ള എന്തെങ്കിലും ആയിരിക്കാം, കട്ടിളൊപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനുള്ള പർച്ചേസുകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ചിലർക്കൊക്കെ അമ്പലങ്ങളിൽ പോകാനോ വരാനോ ഉള്ള അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ചിലർക്കൊക്കെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലർ പല കാര്യങ്ങളും ചെയ്യാനുണ്ടെങ്കിലും അതൊക്കെ അവരുടെ മനസ്സിലുണ്ട്, എവിടെ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ചെയ്യാതെ റെസ്റ്റ് എടുക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയും കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പിന്നെ പലരും ചിലരൊക്കെ ഇതൊക്കെ ആലോചിച്ചിട്ട്, അതന്നെ ഞാൻ പറഞ്ഞു, ഒരു ഡേ ഡ്രീം ചെയ്തിട്ട് നിൽക്കുന്ന തരത്തിലുള്ള എനർജി ഇതൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും അത് ചെയ്യുന്നില്ല എന്നുള്ളത് കൂടിയാണ്. പിന്നെ ചിലപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് എന്തെങ്കിലും ഇടപെടുന്ന വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്ന തരത്തിലുള്ള എനർജി, ഓൺലൈൻ ഗെയിമിങ് പോലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വിലപ്പെട്ട സമയം നിങ്ങൾ ചിലപ്പോൾ പാഴാക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ഈ ട്രേഡിങ് പോലുള്ള കാര്യങ്ങളും ഇതിൽ പെടും. അതുപോലെ തന്നെ ഗെയിമിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതും കൂടിയാണ് 7 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ലക്ഷൂറിയസ് ആവുന്ന സമയത്ത് പൈസയുടെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടി പറയാനുണ്ട്. അപ്പോൾ എല്ലാം എന്ത് വേണം എന്നുള്ള കറക്റ്റ് ആയി മനസ്സിലാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള സമയം ചിലവഴിക്കുക എന്നുള്ളതും കൂടിയാണ് ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ പറയാനുള്ളത്. അടുത്തത് 7 ഓഫ് സോർട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചതി പറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ ആരെങ്കിലും ട്രിക്കറി ആയിട്ട് എന്തെങ്കിലും സാധനം നിങ്ങൾ അടിച്ചു മാറ്റാനോ ചതിയിൽ പെടാനോ ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ചതിച്ചിട്ട് കടന്നു കളഞ്ഞ വ്യക്തികൾ
ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജി ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടുന്നതായിരിക്കാം. നിങ്ങളെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഫയൽസും കാര്യങ്ങളൊക്കെ. മറ്റൊരാളെ ആശ്രയിച്ച് നിങ്ങൾ ജോലി സ്ഥലത്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫയൽസും കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് 7 ഓഫ് സോഡ്സിൻ്റെ എനർജി. എന്തായാലും ഒരു ചീറ്റിംഗ് ആണ്, നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം എന്ത് സാധനങ്ങളായാലും വിലപിടിപ്പുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചതിച്ചിട്ട് കടന്നുപോയ വ്യക്തികൾ ചിലപ്പോൾ വരാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ സ്വീകരിക്കണോ, കോംപ്രമൈസ് ചെയ്യണോ, എന്താണ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് ചിന്തിച്ചിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, അടുത്ത 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇവിടെ ബോട്ടം ഡെക്കായി വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ കലുഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ അല്ലെങ്കിൽ പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു അവസ്ഥയിൽ നിന്ന് നിങ്ങളൊരു സമാധാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഒരു മാറ്റമാണ് നിങ്ങളിലേക്ക് വരുന്നത്, ഒരു യാത്രയാണ്. ഇതൊരു യാത്രയുടെ കാർഡാണ്, ഇതും ഒരു യാത്രയുടെ കാർഡാണ്, ഇതും ഒരു യാത്രയുടെ കാർഡാണ്. അപ്പോൾ ഒരു യാത്ര നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കടൽ കടന്ന് പോകുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. അപ്പോൾ ഓവർസീസായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി തേടി പോകേണ്ടതോ അങ്ങനെയുള്ള ആവശ്യമായിരിക്കാം. ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ട് അതൊക്കെ മാറി നിങ്ങൾ സമാധാനത്തിലേക്ക് പോകുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ വരുന്നത്. അതെല്ലാം പിറകിൽ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ സമാധാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ ഒരു ഇഷ്ടമല്ലാത്ത ജോലിയിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾ വാങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത കാര്യത്തിൽ നിന്നും, അത് ഏത് കാര്യമായിക്കോട്ടെ, ജോലിയിലായാലും റിലേഷൻഷിപ്പിലായാലും എന്തിലായാലും നിങ്ങൾക്ക് ഇതുവരെ നടന്നിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജിയാണ് 6 ഓഫ് സോഡ്സിൻ്റെ എനർജി. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു മാറ്റമായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതുകൂടിയാണ്. ടെമ്പറൻസ് ഉണ്ട്, അപ്പോൾ ഒരു ബാലൻസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ്. അതായത് നിങ്ങൾ എല്ലാം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയും ഒരു ബാലൻസ് തന്നെയാണ് വരുന്നത്. അതായത് ഒരു സ്പിരിച്വലിയും മെൻ്റലിയും ആയിട്ടുള്ള ഒരു ബാലൻസിങ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ചതിയൊക്കെ പറ്റിയേക്കാം, അത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ചിലർക്കൊക്കെ ഒരു സക്സസ് ആണ്. പിന്നെ പല കാര്യങ്ങളും പർച്ചേസ് ചെയ്യുന്ന തരത്തിലൊരു എനർജി ഉണ്ട്, അതും കൂടി ഒന്ന് നോക്കുക. വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാട്ടിലിട്ട് സമയം കളഞ്ഞ് നിൽക്കാതെ വേണ്ടതാണോ എന്ന് നോക്കിയിട്ട് മാത്രം ചെയ്യുക. സമയം പോയാൽ തിരിച്ചു കിട്ടാൻ പാടാണ്. പിന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ചിലർക്കൊക്കെ ഒരു കർമ്മ എൻഡിങ് ആണ്, ചിലർക്കൊരു യാത്രയുണ്ട്. നോക്കാം ഏഞ്ചൽസ് എന്താണ് പറയുന്നത്. ഏഞ്ചൽസിനോട് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, നോക്കാം ഏഞ്ചൽസ് എന്ത് പറയുന്നത്. യെസ്, സക്സസ് ആണ് പറയുന്നത്. സക്സസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. സെയിം കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സക്സസ് കാണുന്നില്ലേ? ഓക്കെ, സക്സസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. ഏഞ്ചൽസും സക്സസ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട്. നോക്കാം, ഒരു നോ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു നോ ആണ് നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? അതിനൊരു നോ ആണ്, ശ്രദ്ധിക്കുക. അടുത്തത് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. അപ്പോൾ നിങ്ങളിന്ന് ആരോടെങ്കിലും സഹായം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സഹായം കിട്ടും എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട, ചോദിക്കൂ, സഹായം കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഏഞ്ചൽസ് അതിനുള്ള ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും. യൂണിവേഴ്സിൽ എനർജി അങ്ങനെ ഒരാൾ വിട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു സഹായഹസ്തം നിങ്ങളിലേക്ക് വരും. ഏഞ്ചൽസ് അവരെ അയക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, റിക്കവറിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റിക്കവേർഡായിട്ട് വരുന്നു. പഴയ ആൾ മാറി നിങ്ങൾ പുതിയൊരു എനർജിയിലേക്ക് വരികയാണ്, പുതിയൊരു രീതിയിലേക്ക്, പഴയതിൽ നിന്നൊക്കെ മാറി അത് റിക്കവേർഡായിട്ട് വരുന്നത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. റിക്കവറിയാണ് നിങ്ങളിലേക്ക് നടക്കുന്നത്. റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. Finances and career. Financial issues are a factor in your love life right now. ഇപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിൽ ഇപ്പോൾ ഫിനാൻസ്
കരിയറും വലിയൊരു റോള് അതിലുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളെ ബാധിക്കുന്നു. ഫിനാൻഷ്യലി ചിലപ്പോൾ ചിലരൊക്കെ സ്റ്റക്കായിരിക്കാം കരിയറിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് നിങ്ങളുടെ ഇതിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ലവ് ലൈഫിനെ അതാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. വെഡ്ഡിങ്, ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. 6 ഓഫ് വാൺസിൽ ഒരു കല്യാണം, ആഘോഷം, ഒക്കെ പ്രപ്പോസൽ, ഇതൊക്കെ. അപ്പോൾ വെഡ്ഡിങ് ആണ്. അപ്പോൾ ദി സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. അപ്പോൾ ഒരു മാരേജ്, വെഡ്ഡിങ് വരുന്നുണ്ട്, പലർക്കും കല്യാണമൊക്കെ റെഡിയാവുന്നുണ്ട് നോക്കുന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ്. സെയിം ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഹണിമൂൺ, അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഹണിമൂൺ ആണല്ലോ. അപ്പോൾ ഹണിമൂൺ, എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരുമിച്ചുള്ള സമയം, ആ ഒരു സമയം, ആ ഒരു ഹോളിഡേ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. യു ഡിസേർവ് ലവ്, യു ആർ ലവബിൾ. യെസ്, നിങ്ങൾ ലവബിൾ ആണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്നെ സ്നേഹിക്കാൻ കൊള്ളൂല എന്ന് വിചാരിക്കണ്ടെങ്കിൽ അല്ല, നിങ്ങളെ സ്നേഹിക്കാൻ കൊള്ളും. നിങ്ങൾ വളരെയധികം സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ള ആളാണ് എന്നാണ് പറയുന്നത്. യു ഡിസേർവ് ലവ്, നിങ്ങൾ ലവ് ഡിസർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അത് ഡിസർവ് ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ യു ആർ ലവബിൾ. അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുക. നിങ്ങൾ സ്വയം സ്നേഹിക്കുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കാത്തതുകൊണ്ടാണ് ആരും നിങ്ങളെ സ്നേഹിക്കാത്തത്. അപ്പോൾ അയ്യോ എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എൻ്റെ റിലേഷൻഷിപ്പൊക്കെ ഇങ്ങനെ പോവുകയാണ്, ഞാൻ എത്ര അവരെ സ്നേഹിച്ചാലും അവരെന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്ന വ്യക്തികളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടിയാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കോൺഷ്യസ് ആണ്, എത്രമാത്രം നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് സ്വയം ആലോചിച്ച് നോക്കുക. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ എപ്പോൾ തുടങ്ങുന്നു അന്ന് മുതൽ മറ്റുള്ളവരും നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹിക്കുക, ശരീരത്തെ സ്നേഹിക്കുക, നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ അഭിമാനത്തോടുകൂടി നോക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക. ഈ കൂടുതൽ സംസാരിച്ച് നാക്കൊക്കെ ഇങ്ങനെ ആയെന്ന് തോന്നുന്നു. ഒരുപാട് സംസാരിച്ചിട്ടാണ്, വേറൊന്നല്ല. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, ഈ ശബ്ദത്തിന് ഇങ്ങനെ ഇതാവുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന കൂടി വേണമെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുക, എങ്കിലാണ് മറ്റുള്ളവരും നിങ്ങളെ സ്നേഹിക്കുന്നത്. യൂണിവേഴ്സും നിങ്ങളെ അപ്പോഴാണ് സ്നേഹിക്കുന്നത്. യൂണിവേഴ്സ് പറയുന്നത് അത് തന്നെയാണ്, നിങ്ങൾ ഒറ്റക്കാണ് വരുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളെന്തിനാ മറ്റൊരു വ്യക്തി സന്തോഷിച്ചാലേ ഞാൻ സന്തോഷിക്കൂ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക, അപ്പോൾ മറ്റുള്ളവരും നിങ്ങളെ റോൾ മോഡലാക്കിക്കോളും, മുന്നോട്ടേക്ക് പോയിക്കോളും, ഒക്കെ ചെയ്തോളും, എല്ലാം ശരിയാവും. ഓക്കെ, അപ്പോൾ സ്വയം നന്നാവുക, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക. ഓക്കെ, സ്വയം ഇഷ്ടപ്പെടുക. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള 10 ഓഫ് സോർട്സിൻ്റെ ഇതൊക്കെ വന്നേക്കുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അനുഭവങ്ങളിലൂടെ പഠിക്കുക, വീണ്ടും വീണ്ടും കുഴിയിൽ പോയി ചാടാതിരിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ അനുഭവം വന്നതുകൊണ്ടാണ് ടാരോ റീഡിങ് കാണുന്നതും നിങ്ങളിതൊക്കെ കേൾക്കേണ്ടി വന്നതും. യൂണിവേഴ്സ് എന്താണെന്ന് ചിലപ്പോൾ അതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ യൂണിവേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ തീരുമാനിക്കുന്നതൊക്കെ. അപ്പോൾ വീണ്ടും പിറകിലേക്ക് പോകാതിരിക്കുക. ഇനി മുന്നോട്ടേക്കാണ് യാത്ര. ഇവിടെ സക്സസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി എല്ലാവരും സക്സസ്സിലേക്കാണ് പോകുന്നത്. സക്സസ് സ്റ്റോറീസ് ആയിരിക്കണം കമൻറ്റിൽ വരേണ്ടത്. എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് സക്സസ് ആയിട്ടുള്ള സ്റ്റോറീസ് ആയിരിക്കണം കമൻറ്റിൽ വരേണ്ടത്. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള എനർജീസ് ക്ലെയിം ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പിന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് പറഞ്ഞ് എല്ലാവരോടും ഇങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. നോ പറയേണ്ടടുത്ത് നോ പറയണം എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എവിടെയാണ് നോ പറയേണ്ടത്, എവിടെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾക്ക് വാല്യൂ ഇല്ലാത്തടുത്ത നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോ പറയാത്തതുകൊണ്ട് പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് പലപ്പോഴും വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നോ പറയേണ്ടടുത്ത് നോ പറയുക, ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടടുത്ത് ബൗണ്ടറി സെറ്റ് ചെയ്യുക. നിങ്ങൾ എല്ലാ കാര്യത്തിലും കയറി ചെന്ന് ഇടപെടാതെ എവിടെയാണോ ഇടപെടേണ്ട ആവശ്യം നിങ്ങൾക്ക് തോന്നുന്നത് അത് 1 2 തവണ ആലോചിച്ചിട്ട് മാത്രം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, വ്യക്തതയോടുകൂടി സംസാരിക്കുക. വെറുതെ
അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഒന്നും കർമ്മയൊന്നും വരുത്തണ്ട. അപ്പോൾ അതൊന്നും ചെയ്യാതെ സ്വന്തമായിട്ടൊന്ന് ആലോചിക്കുക, ഇത് പറയേണ്ട ആവശ്യമുണ്ടോ വേണോ എന്ന് ആലോചിച്ചുകൊണ്ട് സംസാരിക്കുക. എപ്പോഴും അവനവൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറേണ്ട ഒരു ആവശ്യവുമില്ല. ഓക്കെ. പിന്നെ പറയാനുള്ളത്, ഈ നിമിഷം പ്രസൻറ്റ് ആയിട്ടുള്ള ഈ നിമിഷം നിങ്ങൾ ജീവിക്കുക എന്നാണ് പറയാനുള്ളത്. അങ്ങനെ ജീവിക്കാൻ മറന്നു പോയതുകൊണ്ടാണ് പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവുക. യൂണിവേഴ്സ് അതൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള സന്തോഷങ്ങൾ അതിൽ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക, സന്തോഷിക്കുക. അതുപോലെ തന്നെ ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനെ നിങ്ങൾക്ക് സന്തോഷത്തോടെ നോക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് ഹാപ്പിനെസ് എന്നുള്ളത് മനസ്സിലാവുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് ലഭിക്കട്ടെ. അതുപോലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അതൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. ഏഞ്ചൽസ് എപ്പോഴും നിങ്ങൾക്ക് ഗൈഡായിട്ടുണ്ട്. അപ്പോൾ ഡിവൈനുമായിട്ട് കൂടുതൽ കണക്റ്റായി നിൽക്കുക, യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്റ്റായി നിൽക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, ഓരോ കാര്യത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. ഇന്നത്തെ ദിവസം എണീക്കുമ്പോഴും ഓരോ ദിവസത്തെ ഓരോ കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. അപ്പോൾ എങ്കിലാണ് നിങ്ങൾക്ക് എളുപ്പം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. ഒരുപാട് പേര് കമൻസ് അയക്കുന്നുണ്ട്, അതിനൊക്കെ നന്ദി. ഒരുപാട് പേര് പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞു, അതിനൊക്കെ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ഉയർച്ച ഉണ്ടാവട്ടെ, സക്സസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. പിന്നെ എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പ് റീഡിംഗ് ഒന്നും ഇപ്പോൾ ഷോർട്സ് ഇടാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ച് തിരക്കാണ്, അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. തീർച്ചയായിട്ടും അടുത്തൊരാഴ്ചയിൽ തന്നെ എല്ലാം വീണ്ടും പോസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ. അപ്പോൾ നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബേഴ്സിന് നന്ദി, വ്യൂവേഴ്സിന് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ഹാവ് എ നൈസ് ഡേ.